ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോ കോസ്റ്റിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു എയർക്രാഫ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയ പാർട്സ് മേടിക്കേണ്ട സൈറ്റും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അതേപോലെ അത് മേടിച്ചിട്ടുള്ള അതിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും കൂടിയാണ്. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ രണ്ട് സൈറ്റിൽ നിന്നാണ്. ഒന്ന് മേക്കർ ബസാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളതാണ് രണ്ട് സൈറ്റ്, ഇതിനായിട്ടുള്ള ഒരു സൈറ്റാണ്. പിന്നെ ഒന്ന് robo.in എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ വലിയ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു എയർക്രാഫ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള മൊത്തം പാർട്സും ഇതിൽ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ട്രാൻസ്മീറ്റർ ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം 1400 kV ബ്രഷ്ലെസ് മോട്ടറാണ്. ബ്രഷ്ലെസ് മോട്ടർ എന്ന് പറയുമ്പോൾ നല്ല ഹൈ സ്പീഡിൽ കറങ്ങുന്ന മോട്ടറാണ്, നമ്മൾ നോർമൽ മോട്ടർ പോലെയല്ല. അപ്പോൾ ഇതാണ് ആ ഒരു മോട്ടർ വരുന്നത്. ഇതിന് ഏകദേശം 400 ആ റേഞ്ച് വരുന്നുണ്ട്. നമ്മൾ മേടിച്ച സൈറ്റിൽ എത്രയാണ്, പിന്നെ ആമസോണിലൊക്കെ വരുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട് ഇതിന്. ഇത് മേക്കർ ബസാറിൽ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചത്. അതേപോലെ അതിൻ്റെ ആ ഒരു കണക്ട് ചെയ്യാനുള്ള ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു മോട്ടറാണ് മേടിച്ചത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടി പ്രൊപ്പലർ മേടിച്ചിട്ടുണ്ട്. പ്രൊപ്പലർ എന്ന് പറയാനാണെങ്കിൽ 10x4.5 രണ്ട് പ്രൊപ്പലറാണ് മേടിച്ചത്. അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, എന്നാൽ ഇതിനേക്കാളും ക്വാളിറ്റി ഉള്ള പ്രൊപ്പലേഴ്സ് ഉണ്ട്. ഇതിന് 100 രൂപ ആ റേഞ്ചേ ഉള്ളൂ. പിന്നെ ഇതെന്ന് പറയാനാണെങ്കിൽ നമ്മുടെ മോട്ടറിലേക്ക് ഈ ഒരു പ്രൊപ്പലർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് ഷാഫ്റ്റും കാര്യങ്ങളാണ്. പിന്നെ ഇത് നമ്മളെ മോട്ടറിനെ കണക്ട് ചെയ്യാനുള്ള ESC ആണ്. ഇത് ഏകദേശം 30 ആംപിയറിൻ്റെ ഒരു ESC ആണ്. ഈ ESCക്കും ഏകദേശം 500 ആ റേഞ്ചാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ESC ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 സെർവോ മോട്ടേഴ്സ് വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ എയിലറോണും അതും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള 4 സെർവോ മോട്ടേഴ്സ്. സെർവോ മോട്ടറിന് ഏകദേശം ഒരെണ്ണത്തിന് 200-300 ആ റേഞ്ച് വരും. 4 സെർവോ മോട്ടേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. സെർവോ മോട്ടറിൻ്റെ ആ ഒരു ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് നോക്കാം. SG19 ഉള്ള മൈക്രോ സെർവോ ആണിത്. അപ്പോൾ 4 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാർജിങ് മൊഡ്യൂളാണ്. ചാർജിങ് മൊഡ്യൂൾ നമുക്ക് ചെറിയ റേറ്റ് കിട്ടും. നമ്മളെ നോർമൽ ലോക്കൽ ഇലക്ട്രിക് കടയിൽ പോയാലും നമുക്ക് കിട്ടും. ഇത് നമ്മുടെ ലിഥിയം അയൺ ബാറ്ററീസ് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ബോർഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 2 എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ലിഥിയം ബാറ്ററി ചാർജർ പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് 2 എടുത്തത്. ഇതിന് ഏകദേശം 30 രൂപ ഒക്കെ വരുന്നുള്ളൂ ഒരു ബോർഡിനായിട്ട് വരുന്നത്. പിന്നെ ആയിട്ട് നമ്മൾ മെയിൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റിസീവറാണ്. റിസീവർ എടുക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ ട്രാൻസ്മീറ്ററിൻ്റെ റിസീവർ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വീഡിയോയിൽ കുറച്ച് മുമ്പായിരുന്നു, നമ്മൾ ഒരു 2 കൊല്ലം മുമ്പായിരുന്നു ഒരു ട്രാൻസ്മീറ്റർ റിസീവർ മേടിച്ചത് ഫ്ലൈ സ്കൈയുടെ. അപ്പോൾ അതിൻ്റെ റിസീവർ ഒരു RC ബോട്ട് ഉണ്ടാക്കിയപ്പോൾ വെള്ളം കയറിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പുതിയ റിസീവർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പഴയ റിസീവർ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു അവസ്ഥ, അത് ഫുൾ വെള്ളം കയറി പോയിട്ടാണുള്ളത്. ഇതതിൻ്റെ ട്രാൻസ്മീറ്ററാണ്. ട്രാൻസ്മീറ്ററിന് കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ റിസീവർ പോയിട്ടാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു റിസീവർ എടുത്തത്. എയർക്രാഫ്റ്റ് ഉണ്ടാക്കുമ്പോൾ റിസീവറിന് മിസ്റ്റേക്ക് ഉണ്ടായാൽ പറ്റില്ല, പക്കായിരിക്കണം. അതുകൊണ്ട് നമ്മൾ എടുത്തതാണ്. ഇതാണ് അതിൻ്റെ പഴയ റിസീവർ, ഈ ഒരു ട്രാൻസ്മീറ്ററിൻ്റെ. ഇതിൻ്റെ ബോർഡ് അടിച്ചു പോയിട്ടാണുള്ളത്. വെള്ളമൊക്കെ കയറിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, അത് പോയിട്ടാണുള്ളത്. അപ്പോൾ ഇനിയാണെങ്കിൽ നമുക്ക് നമ്മുടെ robo.in മേടിച്ച പാക്കേജ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലും നമ്മുടെ പ്രൊപ്പലർ തന്നെയാണ്, സൈസ് കൂടിയ പ്രൊപ്പലറാണ്. ഇത് വേറെ ഒരു വേറെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നല്ല ബ്രാൻഡ് പ്രൊപ്പലറാണ്. ഓറഞ്ച് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ HD പ്രൊപ്പലറാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡാണ്. അപ്പോൾ ഇത് നോക്കാം. ഇത് നല്ല കുറച്ച് സൈസ് കൂടിയ പ്രൊപ്പലറാണ്. 11.4 x 4.7
സൈസ് വരുന്ന പ്രൊപ്പല്ലറാണിത്. അപ്പോൾ ഈ ഒരു പ്രൊപ്പല്ലറും അതേപോലെ നമ്മുടെ നേരത്തെ പ്രൊപ്പല്ലറും കൂടി നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊപ്പല്ലറിന് തന്നെയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത്. അത് മറ്റേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു ഫീലുണ്ട്. ഇതിന് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രൊപ്പല്ലറൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പാക്കേജ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതും നമ്മുടെ മേക്കർ ബസാർ ഇന്ന് ഓർഡർ ചെയ്ത് എത്തിയത് തന്നെയാണ്. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ മെയിൻ സാധനം ലിപ്പോ ബാറ്ററിയാണ്. അപ്പോൾ ലിപ്പോ ബാറ്ററി എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഫുൾ കവർ ചെയ്ത് നല്ല പാക്കിങ്ങിലാണ് വന്നേക്കുന്നത്. എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ലിപ്പോ ബാറ്ററി അത്രയും കെയർ ആയിട്ട് കൊണ്ടുവരേണ്ടതാണ്, അല്ലെങ്കിൽ പണി കിട്ടും. ലിപ്പോ ബാറ്ററി പറഞ്ഞാൽ ബ്ലാസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. അത്രയും കെയർഫുള്ളായിരിക്കണം യൂസ് ചെയ്യുമ്പോൾ പോലും. അപ്പോൾ അത്രയും സേഫ്റ്റി ആയിട്ടാണ് അവർ ഇത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ലിപ്പോ ബാറ്ററി. ഓപ്പൺ ചെയ്ത് നോക്കാം. ഡബിൾ ലെയർ കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയാനാണെങ്കിൽ 2200 mAh ബാറ്ററിയാണ്. 2200 mAh ബാറ്ററി 3S ബാറ്ററിയാണ്. സാൻജി Y1 എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ബാറ്ററിയാണ് 3S. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയാനാണെങ്കിൽ ഏകദേശം 1200 1400 ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രൊപ്പല്ലറിൻ്റെ ആ ഒരു ബ്രാൻഡ് നോക്കിയതാണ്. പക്ഷേ നമ്മുടെ ഇത് കിട്ടാൻ നല്ല പാടാണ്. ലിപ്പോ ബാറ്ററി ഇന്ത്യയിൽ കിട്ടാൻ അത്യാവശ്യം പാടാണ്. പുറത്തുനിന്ന് വരുത്തിക്കേണ്ടി വരും. അപ്പോൾ അത് സ്റ്റോക്ക് ഔട്ടായത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബ്രാൻഡിൻ്റെ എടുത്തത്. ഇതും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഇതതിന് വേണ്ടി മേടിച്ച ഒരു കണക്ടറാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളൊരു എയർക്രാഫ്റ്റിന് വേണ്ടി മേടിക്കുക. അപ്പോൾ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ കാര്യങ്ങൾ മേടിക്കുക. അപ്പോൾ നമ്മുടെ ലിപ്പോ ബാറ്ററി നോക്കുമ്പോൾ കറക്റ്റ് കെയർ ചെയ്യണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. ഇത് ബ്ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി പാച്ചസും കാര്യങ്ങളൊക്കെ വന്നതിന് ബ്ലാസ്റ്റ്, അതേപോലെ ഹീറ്റുള്ള സ്ഥലത്തൊന്നും വെക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ചെയ്യുക ലിപ്പോ ബാറ്ററിനെ പറ്റി. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബാഗ് ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഒരു ബാഗാണ്, ഞാൻ എടുത്ത് വെച്ചതാണ് ബാറ്ററി യൂസ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഈ ഒരു ബാഗിൽ വെക്കാം, അതാകുമ്പോൾ സേഫ്റ്റി ആയിട്ട് ഇരുന്നോളും. ഈ ഒരു ബാഗിലോട്ട് ഇങ്ങനെ വെച്ചാൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ എളുപ്പമായി. നമ്മൾ ബാറ്ററി എന്ന് പറയുമ്പോൾ പോർട്ടബിളായിട്ട് യൂസ് ചെയ്യുന്നതാണ് എല്ലാ ഒരു പ്രൊജക്റ്റിലും. അപ്പോൾ നമ്മൾ അവിടെ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാലായിരിക്കും ബാറ്ററി യൂസ് ചെയ്യുക. അതോ ഈ ഒരു ബാഗിൽ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ റിസീവറും പോർട്ടബിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ബാഗിൽ തന്നെ വെക്കാം. ഈ ഒരു ബാറ്ററിനെ പറ്റിയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, അതേപറ്റി ചെയ്യാം. ഈ ഒരു ബാഗാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ്, ഓവർ ഹീറ്റൊന്നും ആകാത്തൊരു ബാഗാണ്. അതാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് നിങ്ങളെന്തെങ്കിലും ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ നോക്കിയിട്ട് പ്രൊഡക്ട്സൊക്കെ മേടിക്കുക. ഓരോ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിന് റേറ്റും കാര്യങ്ങളും കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.